അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരുരുട്ടാതി മുക്കാലും ചേർന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് തൊഴിൽ മേഖലയിൽ ജോലിയാണെങ്കിലും മറ്റ് ബിസിനസ് പ്രൊഫഷൻ ഒക്കെ ആണെങ്കിലും ജോലി മേഖലയിൽ കുറച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സും ഒക്കെ അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ മത്സര പരീക്ഷകളും ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള കാര്യങ്ങളിലും അത് ഫേസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹപ്രവർത്തകരുമായിട്ട് നല്ല ഒരു സഹകരണത്തോട് കൂടി പോയില്ല എന്നുണ്ടെങ്കിൽ ചില ബന്ധങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് നല്ല അനുകൂലമാണ്, സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ട്. എങ്കിലും ചില ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ധനവിനിയോഗം വേണ്ടിവരും. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാവുന്നതാണ്. കുടുംബത്തിൽ അവർ കുടുംബത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അഥവാ പുതിയതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടും കൂടുതൽ സമയം ചെലവ് ചെയ്യേണ്ടതായിട്ട് വരും. രോഗം മുതലായിട്ടുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും ഒക്കെ കുറച്ചേറെ ധനം ഇതിനു വേണ്ടിയിട്ട് ചിലവ് ചെയ്യേണ്ടതായിട്ട് വരാവുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ഇവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദഹനക്കുറവ് കൊണ്ടോ ഒക്കെ അഥവാ ഭക്ഷണം സമയത്ത് കഴിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ചില വികാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ സമയം ക്രമീകരിക്കുക, വേണ്ടത്ര വ്യായാമം ചെയ്യുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അവനവൻ സ്വന്തമായിട്ടോ അന്നദാനം നടത്തുന്നത് ഒരു അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അത് കൂടുതൽ പേർക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു ഭാര്യാഭർത്താക്കന്മാർക്ക് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമസ്കരിക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടാൻ നല്ലതാണ്.